എല്ലാവർക്കും മുമ്പിലും വാതിൽ തുറന്നെടുക്കുക എന്ന ഈ രാജ്യത്തിന്റെ ആശയത്തോട് അവർ നീതി പുലർത്തിയില്ല. അവർ കൂറ്റൻ ഓഫീസ് മുറികൾ ഒരുക്കി ആരെയും കടത്തിവിടാതിരിക്കാൻ ഡോറിനു മുമ്പിൽ കാവൽക്കാരെയും ആശ്രിതരെയും അണിനിരത്തി. പൊതുജനങ്ങളെ സേവിക്കാൻ എല്ലായ്പ്പോഴും സന്നദ്ധരായിരിക്കേണ്ടവർ ജനങ്ങളെ കാണാതിരിക്കാനായി സ്മാർട്ട് ഓഫീസ് എന്ന ആശയത്തെ പോലും വളച്ചൊടിച്ചു. യുഎഇയിലെ സുപ്രധാന പദവി വഹിക്കുന്ന 3 ഡയറക്ടർ ജനറൽമാരെ കുറിച്ച് ദുബായ് ഭരണാധികാരി തുറന്നു പറഞ്ഞ കാര്യമാണിത്. എന്തുകൊണ്ട് ദുബായ് ലോകത്ത് ഒന്നാമതാകുന്നു എന്ന ചോദ്യത്തിന് ഇതുകൂടിയാണ് ഉത്തരം. രാജ്യത്തെ ജനങ്ങൾക്ക് അവർ നിക്ഷേപകരോ തൊഴിലാളികളോ ആകാം. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ അകാരണമായി വൈകിപ്പിച്ചാൽ അത് വലിയ കുറ്റമാണ്. എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും നടപടിയുണ്ടാവും. അതിനി ഡയറക്ടർ ജനറൽ ആയാൽ പോലും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വിലയിരുത്താൻ ഷെയ്ഖ് മുഹമ്മദ് നിയോഗിച്ച അജ്ഞാത ഉപഭോക്താക്കളുടെ സംഘം അഥവാ മിസ്റ്ററി ഷോപ്പേഴ്സ് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് 3 പേർക്കെതിരെ നടപടിയെടുത്തത്. ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമല്ല. നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിയില്ലാതെ അത് സാധ്യമാക്കുകയുമില്ല.